കേരള സ്കൂൾ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് പദ്ധതി ഇത്തവണ മുതൽ നടപ്പാക്കും. സ്കൂൾ ഒളിമ്പിക്സ് സംഘാടക സമിതി രൂപീകരണ യോഗത്തിലാണ് പ്രഖ്യാപനം. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത്. ഉമേഷ്, വിവരങ്ങൾ. കേരള സ്കൂൾ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് ഇത്തവണ മുതൽ ഏർപ്പെടുത്താൻ പോകുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഏറ്റവും സുപ്രധാനമായ ഒരു പ്രഖ്യാപനം ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയിരിക്കുന്നു. ഇപ്പോൾ സ്കൂൾ ഒളിമ്പിക്സിന്റെ സ്വാഗത കമ്മിറ്റി രൂപീകരണത്തിലാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. മന്ത്രി തന്നെ നമ്മോടൊപ്പം ചേരും. നമസ്കാരം മന്ത്രി. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഒരു പ്രഖ്യാപനം. കലോത്സവ മാതൃകയിൽ സ്വർണ്ണക്കപ്പ്, അത് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണക്കപ്പ് കൊടുക്കാൻ പോകുന്നു. എന്താണ് തുടർ കാര്യങ്ങൾ? സെപ്റ്റംബർ മാസം രണ്ടാമത് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് തിരുവനന്തപുരത്ത് വെച്ചാണ് നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വാഗത സംഘമാണ് ഇന്ന് രൂപീകരിച്ചത്. കലോത്സവത്തിന് 117 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കപ്പാണ് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് കായിക രംഗത്ത് നമുക്ക് പുറകോട്ട് കാണാൻ പറ്റില്ലല്ലോ, ഇകഴ്ത്തി കാണാൻ വേണ്ടി പറ്റില്ല. കായിക രംഗത്തിനും തുല്യ പ്രാധാന്യം കൊടുക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേരിൽ ഉള്ള ഒരു സ്വർണ്ണക്കപ്പാണ് ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് നൽകുന്നത്. ആ സ്വർണ്ണക്കപ്പ് കാസർഗോഡ് നിന്ന് ജാഥയായി വിളംബര ഘോഷയാത്രയോടുകൂടി സ്കൂളുകളെല്ലാം സന്ദർശിച്ച് തിരുവനന്തപുരത്ത് വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കും. മുഖ്യമന്ത്രിയുടെ പേരിലാണ് ഉള്ള സ്വർണ്ണക്കപ്പാണ്. ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തും ഇങ്ങനെ സ്കൂൾ ഒളിമ്പിക്സ് നടക്കുന്നില്ല, ഇത്രയധികം ആകർഷിക്കാൻ പറ്റുന്ന സമ്മാനവും കൊടുക്കുന്നില്ല. ഒരു സ്കൂൾ ഒളിമ്പിക്സിന് അല്ലെങ്കിൽ സംസ്ഥാന സ്കൂൾ മീറ്റിന് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്നവർക്ക് ഒരു സ്വർണ്ണക്കപ്പ് കൊടുക്കുന്നത് ഇന്ത്യയിൽ കേരളം. വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ തീരുമാനം അത് മന്ത്രി വി ശിവൻകുട്ടി വിശദീകരിക്കുകയായിരുന്നു. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രിക്കൊപ്പം ചേർന്നു.